അങ്ങനെതാ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ പിന്നെയും വന്നു. നമ്മളിന്ന് എവിടെയാണെന്നുള്ളത് ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, നമ്മളിന്ന് എത്തിയത് ചെൽസിൻ്റെ സ്റ്റേഡിയത്തിലാണ്. സ്റ്റാംഫോർഡ് സ്റ്റേഡിയം, ലണ്ടൻ. ചെൽസിയിൽ നമ്മൾ ഓൾറെഡി ലേറ്റാണ്, അതുകൊണ്ട് പിന്നെ കൂടുതൽ നേരം നമ്മൾ പുറത്ത് നിൽക്കില്ല. ആദ്യം ഉള്ളിലത്തെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങാം. നമ്മൾ ചെൽസിൻ്റെ സ്റ്റാംഫോർഡ് സ്റ്റേഡിയത്തിലാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയത് കാരണം നമ്മൾ പുറത്തുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കും. 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ലെറ്റ്സ് ഗോ. ഗൈഡ് ടൂർ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ 4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ കയറി. ഗൈഡ് ഒരു രക്ഷയില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ തോന്നില്ല. പുള്ളിൻ്റെ വർത്താനം കേട്ടിക്ക്. നൈസ് ഗൈഡ്, അടിപൊളി. Please don't call me arrogant. Please don't call me arrogant. Nice. I think I'm a special one. പ്ലേയേഴ്സിൻ്റെ മാച്ച് വൺ ജേഴ്സീസാണ്. എല്ലാ പ്ലേയേഴ്സും ഇവിടെ വന്ന് കളിച്ച മാച്ച് വൺ ജേഴ്സീസാണ്. അതിലിതാ അടുത്തതാ കഴിഞ്ഞ സ്റ്റേഡിയത്തിലെ പോലെ തന്നെ ഇവിടുത്തെയും ഏറ്റവും മെയിൻ സ്ഥലം, ഹോം ഡ്രസ്സിംഗ് റൂം. ഈസ് അറ്റ്മോസ്ഫിയറാണ്. മുന്നേ പോയ ആഴ്സണലിൻ്റെ പോലെ അല്ല, ഭയങ്കര ഡിഫറൻ്റ് ആണ് ഇവിടെ. ഒന്നാമത് ഗൈഡ് ടൂർ ആയതുകൊണ്ട് തന്നെ ഗൈഡ് ഒരു രക്ഷയില്ല, പുള്ളി ആൾ നൈസാണ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗൈഡ് ടൂറിനെ സെലക്ട് ചെയ്യാൻ പറയും. ഞാനതേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ ചെൽസിൻ്റെ അവയുടെ കോട്ടിലാണ്. ഹോം അവിടെ ഇരിക്കുന്ന ഹോം ടീം. നമ്മൾ അവേ ടീമാണല്ലോ. നമ്മുടെ ചെൽസി ഫാൻസ് അല്ലല്ലോ. നമ്മുടെ ചെൽസി ഫാൻസ് അല്ലല്ലോ. നോക്കിയാൽ ഗ്രൗണ്ടിൽ ചെറിയൊരു കർവ് കാണും. അതെന്തിനാണെന്ന് വെച്ചാൽ UK വെതർ കാരണം അത്ര വെള്ളം വന്ന് ഇതാ ഇതിൽ വീഴാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും അപ്പോൾ ഗ്രൗണ്ടിൽ പന്ത് ഉള്ളൂലാവോ താഴത്തേക്ക്. വർഷം പഴക്കമുള്ള സ്റ്റേഡിയം. അതിൽ ആദ്യ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലമൊക്കെ പണ്ട് കാർ പാർക്കിംഗ് ആയിരുന്നു. അവിടെ നിന്നിട്ട് ആൾക്കാർ കളിയുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ ഉൾഭാഗത്തുള്ളത് ഏകദേശം കവർ ചെയ്ത് കണ്ട് നമ്മൾ പുറത്തിറങ്ങി. ഇനി നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർക്ക് പോവാം. ഇറ്റ്സ് അവർ ടൈം. അപ്പോൾ നമുക്ക് ചെൽസിയുടെ സ്റ്റോറിലോട്ടാണ് ഇപ്പോൾ എത്തിയുള്ളത്. ഇവിടുന്ന് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഐറ്റം വാങ്ങണം. ഇവിടെ കണ്ടിട്ട് ആഴ്സണൽ പോലല്ല, അത്ര ചീപ്പായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ല തോന്നുന്നു. ഏതായാലും നോക്കാം. ഉള്ളതിൽ ചീപ്പസ്റ്റ് എന്തായാലും വാങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെൽസിയുടെ സ്റ്റോറിൽ നിന്ന് 2 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 2 സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ ആഴ്സണലിൽ നിന്ന് വാങ്ങിയ അതേ പ്രൈസ് ആയിട്ടുള്ളൂ. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള 2 ഐറ്റംസാണ്. ഒന്ന് പിന്നെ റിസ്റ്റ് ബാൻഡാണ്, പിന്നെ ഒരു കീ ചെയിനും. ചെൽസിയുടെ
ലോഗോയും ഒരു സിയും ഉള്ളൊരു കീ ചെയിൻ. സോ അപ്പോൾ നമ്മുടെ സ്റ്റേഡിയം ടൂർ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് മ്യൂസിയം വിസിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ പോരാത്തിന് നമ്മൾ നേരം വൈകിയതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് കുറേ പുറത്ത് വേറെ കുറേ കാണാനുണ്ട്. അപ്പോൾ നോക്കാം. ചെൽസി എന്ന് പറഞ്ഞാൽ ചെൽസിൻ്റെ സ്റ്റാംഫോർഡ് സ്റ്റേഡിയം 120 കൊല്ലം പഴക്കമുള്ള സ്റ്റേഡിയമാണ്. പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ആ ഒരു ആഴ്സണലിൽ കിട്ടിയ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടില്ല. ആഴ്സണൽ പുതിയ എമിറേറ്റ്സ് ഉണ്ടാക്കിയിട്ട് 20 കൊല്ലത്തിന് താഴെ ആയിട്ടുണ്ട്. ഇത് 120 കൊല്ലം, 120ാമത്തെ കൊല്ലമാണ് ഇപ്പോൾ. 120ാമത്തെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞവർ. ഇത്രയും പഴക്കമുള്ളൊരു സ്റ്റേഡിയം ആകുമ്പോൾ ഒരിക്കലും ആ ഒരു ആംബിയൻസ് നമുക്കത് പുറത്ത് കിട്ടുന്നില്ല. പക്ഷേ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ ഭയങ്കര മുന്നിലാണ് ചെൽസി. 1905 ചെൽസി ഫോം ചെയ്യണത്. ചെൽസി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഡിയം നിൽക്കുന്നത്, സ്റ്റാംഫോർഡ് സ്റ്റേഡിയം നിൽക്കുന്നത് കറക്റ്റായിട്ട് ഫുൾഹാമിലാണ്. ശരിക്കും ഫുൾഹാമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്റ്റേഡിയം ആണെന്നാണ് പറഞ്ഞത്. 40,000 കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ആഴ്സണലിൽ പോയത് 60,000 സംതിങ് കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയമായിരുന്നു. അതിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചെറിയ സ്റ്റേഡിയമാണ്. പക്ഷെ എന്നാലും ഹിസ്റ്ററി രക്ഷയില്ലാത്ത സ്റ്റേഡിയം. അപ്പോൾ അങ്ങനെ ഷൂട്ട് ഔട്ട് ഏരിയ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ മെയിൻ്റനൻസ് ആയി ക്ലോസ് ആയിട്ടില്ല. ബാഡ് ലക്ക്. ദിസ് ഇസ് ഹൗ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് വാസ്. ഇതായിരുന്നു മുന്നേ. ആ ഒരു സൈഡ് മാത്രമുള്ളായിരുന്നു സ്റ്റാൻഡ്സ്. അത്ലറ്റിക്സിന് ട്രാക്സ് ഉണ്ടായിരുന്നു. ദിസ് ഇസ് വാട്ട് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഈസ് നൗ. ഇനിയാണ് നമ്മുടെ മെയിൻ സ്ഥലത്ത് പോകുന്നത്. മ്യൂസിയം ടൂറിലെ ആൾക്കാർ കാണാൻ നിൽക്കുന്ന സ്ഥലം ട്രോഫി ക്യാബിനറ്റ് വേഗം. ഈ ഒരു സാധനത്തിന് കാണാൻ എത്ര ഇരുന്നു പോലെ രാത്രി 2021 ബയാനായിട്ട് പോകും. ഇത് നമ്മളെ സിറ്റിനെ തോൽപ്പിച്ച് സൂപ്പർ കപ്പ് കളിയൊക്കെ കാണാൻ എത്ര കഴിച്ചിരുന്ന അറിയാം. ചെൽസി കളി തുടങ്ങിയത് ഈ കളർ ജേഴ്സിയിലാണ്. ഈട്ടൺ ബ്ലൂ എന്ന് പറഞ്ഞു ഈ കളർ ജേഴ്സിയിലാണ് ചെൽസി കളി തുടങ്ങിയത്. പിന്നെ കാലക്രമേണയാണ് ഇപ്പോൾ കാണുന്ന ഡാർക്ക് ബ്ലൂ കളറിലെത്തിയത്. ഞാൻ പോകുന്നു. ബൈ ബൈ.